സലാഹുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് 300 തോക്കുകളും 20 ചാക്കുകളായി സൂക്ഷിച്ചിരുന്ന 50,000 വെടിയുണ്ടകളുമാണ്. ലക്നൌവിൽ നിന്നാണ് ഈ വാർത്ത. വടക്കേ ഇന്ത്യയിലെ പ്രധാന പത്രങ്ങളിലൊന്നായ ദൈനിക് ഭാസ്കർ ഉൾപ്പെടെ നോർത്ത് ഇന്ത്യൻ പത്രങ്ങളിൽ മുഴുവൻ വാർത്തയായിട്ടുണ്ട്. കേരളത്തിലെ പത്രങ്ങളിലൊന്നും വാർത്ത വന്നിട്ടില്ല, നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരാളുടെ വീട്ടിൽ 300 തോക്കുകളും 1,00,000 വെടിയുണ്ടകളും ലക്നൗ പോലീസ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇത് 300 തോക്കുകളും ഈ 1,00,000 വെടിയുണ്ടകളുമായിട്ട് 300 പേർ നാട്ടിലേക്ക് ഇറങ്ങിയാൽ എന്തായിരിക്കും സ്ഥിതി? ഇത് മുഹറത്തിൻ്റെ, അതായത് മുഹറം 27-ാം തീയതി തുടങ്ങിയിട്ട് ജൂലൈ 6-ാം തീയതി വരെ ഉണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസം ജൂലൈ 6 ആണ്. അപ്പം മുഹറത്തിൻ്റെ തലേന്ന് ആണ്, ഈ വ്യാഴാഴ്ച രാത്രി ആണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തോന്നും എവിടുന്നൊക്കെയോ വാങ്ങിച്ചിട്ടുള്ള തോക്കുകൾ ഇയാൾ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെയല്ല, ഇയാൾ തോക്കുകൾ ഉണ്ടാക്കുന്ന ആളാണ്. തോക്ക് ഫാക്ടറിയാണ്. തോക്ക് ഫാക്ടറി ആയത്. തോക്ക്, വെടിയുണ്ട, ആയുധങ്ങൾ, പലതരം തോക്കുകളൊക്കെ ഇയാൾ നിർമ്മിച്ചു കൊടുക്കും. നിയമവിരുദ്ധമായി ആരും അറിയാതെ. അതെ, ഇയാള് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആരും സംശയിക്കാതിരുന്നത് പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഇയാളുടെ വീട്. പോലീസ് സ്റ്റേഷനിൽ 100 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ ആണ് ഇത് നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത്. പോലീസ് സ്റ്റേഷന്റെ അടുത്തായതുകൊണ്ട് ആരും സംശയിച്ചിരുന്നില്ല. പക്ഷെ എത്രയോ ആളുകൾ ഇവിടെ വന്ന ആയുധങ്ങളും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിസ്റ്റളും റിവോൾവറും എല്ലാം, തോക്കിന്റെ മോസർ, എല്ലാ സാധനങ്ങളും, പലതരം ബോർ ഉണ്ടാവുമല്ലോ അതിൻ്റെ, ഈ അങ്ങനത്തെ പല ഇനം തോക്കുകളൊക്കെ ഇയാൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പിടിച്ചതിൻ്റെ അകത്ത് തന്നെ പലതും പാതി നിർമ്മാണം പൂർത്തിയാകാത്ത തോക്കുകളും ഒക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇയാൾക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് ഇയാൾ വിദേശത്ത് നിന്നുള്ള ആയുധങ്ങൾ, തോക്കുകളൊക്കെ വാങ്ങിച്ച് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് സ്വന്തം ആവശ്യത്തിനാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞത്. ഇയാളുടെ മുഴുവൻ പേരെന്താ? സലാഹുദ്ദീൻ മാത്രമേ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളൂ, വാർത്തയിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇയാൾ മുമ്പ് ഈ മലിഹാബാദ് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ ഒരു ക്ലിനിക്ക് നടത്തിയിരുന്നു എന്ന് വാർത്തയുടെ അകത്ത്. ഡോക്ടറാണോ? അപ്പൊ ഡോക്ടറാണോ? വ്യാജ ഡോക്ടറായിരിക്കാം. ഇയാളുടെ ഒരു കുട്ടി നോർവേയിൽ പഠിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി, ഇയാളുടെ ഒരു മകള്. വേറൊരു കുട്ടി ഇന്റഗ്രൽ യൂണിവേഴ്സിറ്റിയിൽ ബിടെക് പഠിക്കുന്നുണ്ട്. ഭാര്യ ഒരു സർക്കാർ സ്കൂളിലെ അധ്യാപികയാണ്. ഇയാളെ പിടിക്കുമ്പോൾ വേറൊരു യുവാവും കൂടി ഇയാളുടെ കൂട്ടത്തില് ഈ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പോ പിന്നെ ഇയാളുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ഇതില് മാൻ തോലുണ്ട്. മാനിന്റെ തോല് കാട്ടിപ്പോയി വെടിവെച്ച് മാനിനെ പിടിച്ചിട്ടുണ്ട്. വാർത്തയില് ബരാസിംഗാസ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാനാണ്, ഒരു പ്രത്യേക തരം മാൻ തോല് പിടിച്ചിട്ടുണ്ട്. ഈ 20 ബാഗ് വെടിയുണ്ട, അതിൻ്റെ അകത്ത് 50,000 വെടിയുണ്ട, 300 അനധികൃത തോക്ക്, 315, 312 ബോർ ആണ്, റൈഫിൾ, മോസേഴ്സ്, പിസ്റ്റൾസ് ഒക്കെ പിടിച്ചിട്ടുണ്ട് അയാളുടെ അടുത്തുനിന്ന്. ഇയാളുടെ വീട്ടിലുണ്ടായിരുന്ന യുവാവിൻ്റെ പേര് ഒവൈസ് എന്നാണ് യുവാവിൻ്റെ പേര്. ഇയാളുടെ വേറെ വിശേഷങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ഇത് വീടുണ്ടായിരുന്നത് മലിഹാബാദ്, റഹിമാബാദ്, മാൽ. ഇവിടെ നിന്നുള്ള പോലീസുകാരൊക്കെ വന്നിട്ട് ഒരാൾ വിവരം കൊടുത്തു, ഇന്ന സ്ഥലത്ത് ഈ തോക്കൊക്കെ പണിയുന്നുണ്ട്. അങ്ങനെ മലിഹാബാദ്, റഹിമാബാദ്, മാൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോലീസ് എത്തിയിട്ട് പല സ്ഥലത്തു നിന്നുള്ള പോലീസുകാരുടെ സംഘം ആണ് വ്യാഴാഴ്ച രാത്രി ഇയാളുടെ വീട് റെയ്ഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പല തരം ഫോഴ്സിൽ നിന്നുള്ള ആളുകളെയൊക്കെ, കാരണം ഇത്രയും വലിയ ആയുധങ്ങൾ കണ്ടെത്തുമ്പോഴത്തേക്ക് എല്ലാ വിഭാഗങ്ങളും ഈവൻ ആർക്കൊക്കെ കൊടുത്തിരിക്കുന്നു, NIA പോലും ഒന്ന് കേസിൽ അന്വേഷിക്കും. അപ്പോ മുഹറത്തിന്റെ തലേന്നാണ് ഇത് റെയ്ഡ്. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ലക്നൗ ആണ്. അപ്പൊ വലിയൊരു പദ്ധതി ചിലപ്പോൾ ഇതിന്റെ പിന്നിലുണ്ടാവും. അജണ്ടയൊക്കെ കാണാൻ വഴിയുണ്ട്. യോഗിക്കൊരു പണി കൊടുക്കാം എന്നൊക്കെ വിചാരിച്ച സംഘങ്ങളും ഒക്കെ കാണും. വേറെ സഹായങ്ങളും ഒക്കെ പുറത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ 300 എണ്ണം പോലീസ് കണ്ടെത്തി. ഇതിനു മുമ്പ് ഇയാളെ എത്ര വിറ്റിട്ടുണ്ട് ഉണ്ടാവും?
ഇയാൾ ആർക്കൊക്കെ വിറ്റു എന്നൊക്കെ കണ്ടുപിടിക്കണമല്ലോ. അതെ അതെ, എത്ര തോക്കുകൾ പോയിട്ടുണ്ട്, ഈ തോക്കുകൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊക്കെ. കാരണം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതി പിടിപ്പിക്കുന്നത് അല്ലേ? ഈ തോക്കിൽ ഇത് മെയ്ഡ് ഇൻ ഏതെങ്കിലും ഒരു സ്ഥലമൊക്കെ പറയണമല്ലോ. അല്ല, ഇതിനകത്ത് ഇത് പറയാനും പറ്റില്ല. എയർ ഗൺ ആണെന്ന് പറഞ്ഞിട്ടില്ല, ഒറിജിനൽ തോക്കുകളാണ്. ബുള്ളറ്റ്സ് അല്ല, പെല്ലറ്റ്സ് അല്ല, ബുള്ളറ്റ്സ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ബുള്ളറ്റ്സ് ആണ്. പിന്നെ വെടിമരുന്നും അവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഗൺ പൗഡർ കളിത്തോക്കാണ്, എയർ ഗൺ ആണ്, ലൈസൻസ് പറയാൻ പറ്റില്ല. അല്ലല്ല, ഇത് പിസ്റ്റളുകളും റിവോൾവറുകളും ഒക്കെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അതാണ് അതിൽ ഉണ്ടാക്കി ഈ ആവശ്യക്കാർക്ക്. മറ്റേതിന് ലൈസൻസും കാര്യങ്ങളും ഒക്കെ വേണമല്ലോ, അറിയിക്കുകയൊക്കെ വേണ്ടേ. ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ലൈസൻസ് ഉള്ളവർ തോക്ക് മേടിച്ചു കഴിഞ്ഞാൽ അതിന് രേഖയായി. ഇത് രേഖയൊന്നും ഇല്ലാതെ ആളുകൾക്ക് ശത്രുക്കളെ കൊല്ലാനുള്ള പരിപാടിയാണ് ഇയാൾ ചെയ്തുകൊണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇത് ശത്രുക്കൾക്ക് അല്ല. യു പിയിൽ ഇപ്പോൾ ഗുണ്ടാരാജ് ഏതാണ്ട് അവസാനിച്ചിട്ടിരിക്കുകയാണ്. കാരണം ഗുണ്ടകൾ മുഴുവൻ മണ്ണ് തിന്നു. യു പി പറഞ്ഞതുപോലെ, യു പിയിൽ യോഗി പറഞ്ഞതുപോലെ നിന്റെ ഇറച്ചിയിൽ മണ്ണ് പുരളും എന്ന് പറഞ്ഞവരുടെയൊക്കെ ഇറച്ചിയിൽ മണ്ണ് പുരണ്ടു. ഒരുമാതിരി ഗുണ്ടകളൊക്കെ തീർന്നു, കൊല്ലപ്പെട്ടു. അതന്നെ പച്ചയ്ക്ക് പറയാം, കൊന്നുകളഞ്ഞു. പിന്നീട് JCB ഓപ്പറേഷൻ അല്ലേ, പ്രതികളുടെ വീട് തകർക്കുക. അത് പല കാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ മലബാറിലൊക്കെ കുറെ മാപ്പിളകളെ പിടിക്കുമല്ലോ, വീടിന്റെ മുകളിൽ വീട് തകർത്തുകളെ രേഖകളൊക്കെ. ഏതായാലും അതോടുകൂടി ഇപ്പൊ യു പിയിൽ ഇപ്പോ ഈ ക്രിമിനൽസ് ഒതുങ്ങിയിട്ടുണ്ട്. പിന്നെ തോക്കാർക്കാണ്. അപ്പോൾ ഈ 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണം ആകും എന്നൊക്കെ വിശ്വസിക്കുന്ന കുറേ മണ്ടന്മാർ ഇപ്പോഴും ഉണ്ട്. 2047 പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2047 ആകുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷമാകും. ഇന്ത്യക്ക് 100 വർഷം സ്വാതന്ത്ര്യം കിട്ടിയിട്ടാകുമ്പോൾ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്നാണ് ഇവരുടെ ലക്ഷ്യം. അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിക്കൂടെ ഈ തോക്കുകൾ. 2048 ഇസ്രയേലിൻ്റെയും മറ്റേ 100 വർഷം വരുമല്ലോ. അതെ, അവർ വിശാല ഇസ്രയേൽ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പൊ പലതരം ഓപ്പറേഷനുകൾക്ക് ഈ തോക്കൊക്കെ സഹായിക്കുമല്ലോ. ഇന്ത്യയെ പിടിച്ചടക്കണം. ഇന്ത്യയെ പിടിച്ചടക്കാനായിട്ട് സാർവത്രികമായി പല പദ്ധതികൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യ പിടിച്ചടക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇസ്രായേലുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കണം. അതാണല്ലോ നമുക്ക്. അതായത് നയതന്ത്ര ബന്ധം വിച്ഛേദിക്കും, കച്ചവടം വിച്ഛേദിക്കും, നമ്മുടെ അഗ്നിയൊക്കെ ചൈനയിൽ നിന്ന് നമ്മൾ ആയുധം മേടിക്കും. അത് മാത്രമല്ല, അഗ്നി മിസൈലിന്റെ അറ്റത്ത് ആറ്റം ബോംബ് വിട്ടിട്ട് നേരെ ടെല്ലവീവിലേക്ക് വിടുക. അമേരിക്ക നശിപ്പിക്കണമല്ലോ. അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നൊക്കെയാണ് ഇറാനിലെ മുദ്രാവാക്യം. അതെ. അപ്പോൾ അങ്ങനെ ഈ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് നമ്മളിപ്പോ അഗ്നി 6 ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് കിട്ടും. അതെ, പാകിസ്ഥാൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അത് പാകിസ്ഥാൻ സന്തോഷമാണ്. കാരണം 2047 ആകുമ്പോൾ ഇവിടെ ഇസ്ലാമിക ഭരണം വരുമല്ലോ. അപ്പൊ പിന്നെ ഇതെടുത്ത് അമേരിക്കക്ക് ഇട്ട് താങ്ങാം, ഇസ്രായേലിട്ട് താങ്ങാം. ആ സമയത്ത് പാകിസ്ഥാന് ഇവിടെ മറ്റേ ഇസ്ലാമിക ഭരണം വന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയോട് ചേരും. ചേരാം. അപ്പൊ വിശാല ഇന്ത്യ വന്നു, വിശാല പാകിസ്ഥാൻ, ഇന്ത്യ വിശാല പാകിസ്ഥാൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാര്യമായ സംഭാവനകൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു ഡോക്ടർ സലാഹുദ്ദീൻ. ഈ സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് ഇയാൾ എന്താണ്, ഏതാണ്, ഏത് സംഘടനയിൽപ്പെട്ട ആളാണെന്നോ അതൊന്നും വന്നിട്ടില്ല. കാരണം വാർത്ത പുതിയ വാർത്തയാണ്, ലേറ്റസ്റ്റ് ആണ്. 2-3 ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ 2-3 ദിവസം കൊണ്ട് 2-3 മാസം കഴിഞ്ഞാലും കേരളത്തിൽ വരത്തില്ല. വരില്ല. അത് സലാഹുദ്ദീനാണ്. അദ്ദേഹത്തിന് പ്രിവിലേജ് ഉണ്ട്. അതെ, ഇത്തരം വാർത്തകളൊന്നും വരാൻ പാടില്ല. കുറച്ച് കഴിയുമ്പോൾ സലാഹുദ്ദീന്റെ വാർത്ത കുറച്ചുകൂടി വിവരങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ കേരളവുമായിട്ട് ഇതിന് ബന്ധവും ഉണ്ടാകാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പ്രയാഗ്രാജിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു പെൺകുട്ടി, 15കാരി തട്ടിക്കൊണ്ടുപോയി. ബന്നോ എന്ന് പറയുന്ന സ്ത്രീ തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് മുഹമ്മദ് റൈഫ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് ബലാത്സംഗം ചെയ്യിച്ചു. എന്നിട്ടത് ആ കുട്ടിയെ തൃശ്ശൂർ കൊണ്ടുവന്നു. തൃശ്ശൂർ ഒരു മുറിക്കകത്ത് അടച്ചുവിട്ടപ്പോൾ നിറയെ ഇതുപോലെയുള്ള പെൺകുട്ടികളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ താടിക്കാരുണ്ടായിരുന്നു. അവർ മതം മാറാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ആ പെൺകുട്ടി ഓടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നു. പോലീസ് ഉത്തർപ്രദേശ് പോലീസിനെ അറിയിക്കുമ്പോൾ ഈ ബന്നോയിനെയും മുഹമ്മദ് കൈഫിനെയും അറസ്റ്റ് ചെയ്തു. ഇനി മുഹമ്മദ് താജ് എന്ന് പറയുന്ന ഒരാളാണ് സൂത്രധാരൻ. ഇന്ത്യയിലെ പല സംസ്ഥാനത്തു നിന്നും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്നു മതം മാറ്റുക. അവനെ പിടിക്കാൻ യോഗിയുടെ പോലീസ് ഇങ്ങോട്ട് വരുന്നു. കേരള പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഫോൺ എടുത്ത് പ്രയാഗ്രാജിലേക്ക് വിളിച്ചു. അത്രയും ചെയ്തത് നന്നായി. ഇതുപോലത്തെ ഒരു സംഭവം ആലപ്പുഴയിലും ഉണ്ടായിരുന്നില്ലേ? ആലപ്പുഴയിലും ഏതോ ഒരു പെൺകുട്ടി ഇതുപോലെ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പാകിസ്ഥാന്റെ ചാരവനിത അവര് മലബാർ മൊത്തം കറങ്ങിയതല്ലേ? കൊച്ചി, മൂന്നാർ, ജ്യോതി മൽഹോത്രയോ
അല്ല അത് പിന്നെ വന്ന് വ്ളോഗറായിട്ട് പോയി. ഇതങ്ങനെയല്ല. യു പിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു വന്നിട്ട് ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സേഫ് ഹേവനായിട്ട് കേരളം മാറുന്നു. അപ്പൊ സലാഹുദ്ദീന്റെ ബന്ധുക്കൾ കേരളത്തിൽ ആരൊക്കെയാണെന്ന് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഉത്തർപ്രദേശാണല്ലോ അന്വേഷിക്കുന്നത്. സ്പെഷ്യൽ ടീമുണ്ട് ഇപ്പോൾ. അപ്പൊ അവരെല്ലാവരെയും കണ്ടുപിടിച്ച് കൊണ്ടുവരുമായിരിക്കും എവിടെയൊക്കെ വിറ്റിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇത് അനധികൃതമായിട്ട് തോക്ക് നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് ലക്നൌവില്. അവിടെ നിന്ന് അനധികൃതമായിട്ട് തോക്ക്, പിസ്റ്റളുകൾ, റൈഫിളുകൾ ഇതെല്ലാം ആർക്കൊക്കെ ഏതൊക്കെ സംഘടനകൾക്ക് പോയിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.